ഇപ്പോൾ പാർട്ടി അണികൾ തന്നെ ഇപ്പോൾ തന്നെ വർഗ്ഗവഞ്ചകൻ എന്നുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ പതിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെയൊക്കെ അതിന്റെ തുടർച്ചയും ആലപ്പുഴ, അമ്പലപ്പുഴ എല്ലാ ഭാഗങ്ങളിലും ആ ഒരു തുടർച്ചയുണ്ടാകും. നേരെ മറിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ജി സുധാകരൻ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ വിവാദം, അല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുന്നു എന്നുള്ള തീരുമാനം, അത് കേവലം അമ്പലപ്പുഴയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ മധ്യ കേരളത്തിലും കേരളത്തിലാകുകയും ചർച്ചയാകുകയും അത് ആ നിലയ്ക്ക് യു ഡി എഫിന് നേട്ടമാകുകയും ചെയ്യും എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായി അതൊരു പ്രധാനപ്പെട്ട ആയുധമാണ്. എന്താണോ ജി സുധാകരനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ജി സുധാകരൻ ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് പറയുന്നത് രക്തസാക്ഷി കുടുംബം എന്നുള്ളതാണ്. ആ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് സഹോദരൻ ഭുവനേശ്വരൻ കൊല്ലപ്പെട്ടത് KSUവിന്റെ കത്തിക്കുത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുകയാണത് ആ സമയത്തെ നായർ പ്രമാണിമാരായ ചില ഗുണ്ടകളായ ചില യുവാക്കൾ, അത് അവരിൽ ചിലരൊക്കെ ഇപ്പോഴും NSSന്റെ ചില സ്ഥാനങ്ങളിലുണ്ട് എന്നുകൂടി അദ്ദേഹം ഇന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ അത് KSU എന്ന രൂപത്തിലൊന്നും അത് കാണേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് അത് വരികയും മാത്രമല്ല കോൺഗ്രസും CPM സഹകരിക്കുന്ന ബംഗാളിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, തമിഴ്നാടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു ഈ കേസ് തോൽപ്പിച്ചത് പോലീസാണ് എന്ന് കോടതി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പീൽ പോകാൻ പാർട്ടി സഹായിച്ചിട്ടില്ല. വീട്ടിലെ ആഞ്ഞിലിമരം മുറിച്ച കാശ് കൊണ്ടാണ് അപ്പീൽ പോയത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാർട്ടിക്കെതിരെയുള്ള ചില കാര്യങ്ങളായി മാറുകയാണ്. ഇതിലൊക്കെ എങ്ങനെയാണ് പാർട്ടി മറുപടി പറയുക എന്നറിയില്ല. ഇന്നിപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണല്ലോ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നാളെ അതിന്റെ തുടർച്ചയും ഉണ്ടാകും. അപ്പോൾ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ളതല്ല, ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിൽ ആർക്ക് ഈ രാഷ്ട്രീയം ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് ഗുണം ചെയ്യും എന്ന് നോക്കിയാൽ ഇപ്പോൾ ഇത് കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് എന്ന് വേണം കരുതാൻ.